ISRO ചാരക്കേസിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അതുപോലെ രാഷ്ട്രീയക്കാരുടെ ഒക്കെ സ്വാർത്ഥ താല്പര്യമായിരുന്നുവെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം. ചാരം എന്ന പേരിൽ പുതുതായി പുറത്തിറങ്ങാൻ പോകുന്ന പുസ്തകത്തിലാണ് ഈ തുറന്നു പറച്ചിലുള്ളത്. ചാരവൃത്തി നടന്നിട്ടില്ല എന്നും സംഭവത്തെ വിവാദമാക്കിയതാണ് എന്നും ജോൺ മുണ്ടക്കയം ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ചാരക്കേസിലെ പിന്നാമ്പുറ കഥകളാണ് ചാരമെന്ന പുസ്തകം. ആ വിവാദകാലത്ത് മനോരമ ലേഖകനായിരുന്ന ജോൺ മുണ്ടക്കയമാണ് കേസിന്റെ നാൾവഴികൾ വിവരിക്കുന്നത്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇതേക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും ഇതിനകത്ത് ഉൾപ്പെട്ട ആരോപണ വിധേയരായ ആളുകളെയും നമ്പിനാരായണൻ, ഫൗസി, രമൺ ശ്രീവാസ്തവ, ശശികുമാർ തുടങ്ങിയ ആളുകളുമായിട്ടെല്ലാം വളരെ നേരം സംസാരിച്ച് ഈ ISRO ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ച് ഇതിൻ്റെ കഴിയുന്നത്ര എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷമാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. IB മുതൽ രാഷ്ട്രീയക്കാർ വരെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി കേസിനെ ഉപയോഗിച്ചു. ചാരവൃത്തി നടന്നിട്ടില്ല. IB ഉദ്യോഗസ്ഥനായ S. വിജയന്റെ വീഴ്ചകളാണ് കേസിനാധാരം. ചാരക്കേസിൽ IG രമൺ ശ്രീവാസ്തവയെ കരുവാക്കി. ഇതുവഴി K. കരുണാകരൻ മന്ത്രിസഭയെ അട്ടിമറിക്കാൻ പ്രതിപക്ഷവും കോൺഗ്രസിലെ ഒരു വിഭാഗവും ചാരക്കേസിനെ ഉപയോഗിച്ചു. പോലീസിനെ പറ്റി ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് IBയെ കണ്ണുടച്ച് വിശ്വസിച്ചു എന്നുള്ളതാണ്. സിബി മാത്യുവിനെ പോലെ ഇത്രയും പ്രഗത്ഭനായ, ഇത്രമാത്രം സത്യസന്ധനായ, ഞാനത് സത്യസന്ധനാണ്, കാരണം എനിക്ക് അദ്ദേഹത്തെ വളരെ നന്നായിട്ട് അറിയാം. അദ്ദേഹം അന്വേഷിച്ച ഒത്തിരി കേസുകൾ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു കോയിൻസിഡൻസ് പോലെ. അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് ആ സിബി മാത്യു എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ച് നല്ല മതിപ്പാണ്. പക്ഷേ ചാര കേസിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റി. ആ വീഴ്ചയുടെ ഫലം അനുഭവിച്ചത് കേരള പോലീസും കേരള സർക്കാരും K. കരുണാകരനും മാത്രമല്ല, അതിന് വീഴ്ച അനുഭവിച്ച ഇവിടുത്തെ മീഡിയ കൂടിയാണ്. ചാരക്കേസുമായി ബന്ധപ്പെട്ട 3 പതിറ്റാണ്ട് മുമ്പ് പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്തകൾ പുസ്തകത്തിന്റെ അവസാന പേജിൽ ചേർത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തും വായിക്കാം. 24 തിരുവനന്തപുരം.